എക്സാം. എല്ലാ ഹൊറർ സ്റ്റോറീസിനേക്കാൾ ഭയപ്പെടുത്തുന്ന ഒരു സംഭവമാണ് എക്സാം. നമ്മുടെ ഇന്നത്തെ ഹൊറർ സ്റ്റോറി എക്സാമിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ? പുനീതും കരണും കുട്ടിക്കാലം മുതലേ നല്ല സുഹൃത്തുക്കളാണ്. അവർ നഴ്സറി തൊട്ട് 11ാം ക്ലാസ് വരെ ഒരുമിച്ചാണ് പഠിച്ചത്. അവർ രണ്ടുപേരും കുട്ടിക്കാലം മുതലേ പഠിത്തത്തിൽ കുറച്ച് വീക്കാണ്. പക്ഷെ അവർ സ്പോർട്സിൽ മികച്ചതായിരുന്നു. പുനീത് സ്കൂളിന്റെ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. അതുകൂടാതെ കരൺ ജില്ലാതലത്തിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻ ആയിരുന്നു. സ്പോർട്സിൽ ബിസി ആയതുകൊണ്ട് അവർക്ക് പഠിക്കാൻ വേണ്ടി അധികം സമയം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പഠിത്തത്തിൽ വീക്കായിരുന്നു. ആ ഒരു വർഷം എങ്ങനെയാണ് പോയത് എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ അവരുടെ ഫൈനൽ എക്സാം തുടങ്ങാനായി വെറും 10 ദിവസം മാത്രമാണുള്ളത്. രണ്ടാക്കും എക്സാം പാസ്സാകണമായിരുന്നു. അഥവാ പാസ് ആയിട്ടില്ലെങ്കിൽ അവർക്ക് സ്പോർട്സ് ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായി അവരുടെ പാരന്റ്സ് വിടില്ല. പക്ഷെ അവർക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരുടെയും മനസ്സിൽ എക്സാം ഫെയിലാകുന്ന ഭയമായിരുന്നു. ഫെയിലായിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? നമുക്കിനി സ്പോർട്സ് ആക്ടിവിറ്റിയിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇതായിരുന്നു അവരുടെ മനസ്സിൽ. ഇങ്ങനെ 9 ദിവസം കടന്നു പോവുകയാണ്. അവർ ഒരുപാട് പഠിക്കാൻ ശ്രമിച്ചു. പക്ഷെ തലയിലൊന്നും കയറുന്നുണ്ടായിരുന്നില്ല. നാളെ എക്സാം ആണ്. എന്നിട്ടും കരണ്ണും പുനീതിനും ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് പുനീതിന് ഒരു ഐഡിയ കിട്ടിയത്. പുനീത് കരണ്ണെ കോൾ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇത് റിസ്ക് ഉള്ളൊരു ഐഡിയ ആണ്. പക്ഷെ ഈ ഒരു ഐഡിയ ഇവിടെ ചെയ്താൽ മാത്രമേ അവർക്ക് എക്സാമിൽ പാസ്സാകാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഉറപ്പാണ് അവർ ഫെയിലാകും. ഇവരുടെ സ്കൂളിലെ പ്രിൻസിപ്പളിന്റെ മകൻ യോഗേഷ് പുനീതിന്റെ നല്ലൊരു കൂട്ടുകാരനാണ്. അന്ന് രാത്രി അവൻ യോഗേഷിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അതായത് അവന്റെ അമ്മയുടെ ഓഫീസിന്റെ ചാവി തരാൻ, അഥവാ പ്രിൻസിപ്പളിന്റെ ഓഫീസിന്റെ ചാവി തരാൻ. അവരുടെ നല്ല കൂട്ടുകെട്ട് കാരണം അന്ന് രാത്രി യോഗേഷ് അവന്റെ വീട്ടിന്റെ ബാൽക്കണിയിൽ നിന്നും അവർക്ക് രണ്ടുപേർക്കും ചാവി എറിഞ്ഞു കൊടുക്കുകയാണ്. പുനീതിന്റെ പ്ലാൻ സിമ്പിൾ ആയിരുന്നു. അവർക്ക് രണ്ടുപേർക്കും അറിയാം, എക്സാമിന്റെ ഒരു ദിവസം മുന്നെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഓഫീസിലെത്തും. അപ്പോൾ ഇതാണ് അവരുടെ പ്ലാൻ. സെക്യൂരിറ്റി കാണാതെ ഓഫീസിൽ കയറണം. എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അന്വേഷിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ അവരുടെ നോട്ട്ബുക്കിൽ കോപ്പി ചെയ്ത് വീട്ടിലേക്ക് പോവുക, അത്രമാത്രം. പക്ഷെ അവർക്കറിയില്ലായിരുന്നു അവരുടെ ഈ പ്ലാൻ അവരുടെ ജീവിതം തന്നെ മാറ്റി മറിക്കുമെന്ന്. അവർ ജീവിതത്തിൽ വെച്ച് ചെയ്ത് ഏറ്റവും വലിയ മണ്ടത്തരം ഇതായിരിക്കും. അങ്ങനെ അവർ സ്കൂളിന്റെ മതിൽ ചാടി അപ്പുറത്തെത്തുകയാണ്. അങ്ങനെ അവസാനം അവർ സ്കൂളിലെത്തി. രാത്രിയുടെ ഇരുട്ടിൽ സ്കൂള് കാണാൻ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ അതൊന്നും ശ്രദ്ധിച്ചില്ല. അവർക്ക് ഒറ്റൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ക്വസ്റ്റ്യൻ പേപ്പർ. അവിടെ സ്കൂൾ ഗാർഡ് ഒഴിച്ച് മറ്റാരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ സ്കൂൾ ഗാർഡ് കാണാതെ പ്രിൻസിപ്പൽ ഓഫീസിന്റെ മുന്നിൽ എത്തുകയാണ്. പുനീത് യോഗേഷ് കൊടുത്ത ചാവി ഉപയോഗിച്ച് ആ ഒരു ഓഫീസ് തുറക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ കരൺ പുനീതിന്റെ ബാക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് കരണ് അവന്റെ കഴുത്തിൽ ഒരു തണുത്ത കാറ്റ് ഫീൽ ചെയ്തത്. അവൻ അവന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണ്. അപ്പോൾ അവൻ എന്തോ കണ്ടു. ആരോ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കരൺ പുനീതിനോട് ഈ ഒരു കാര്യം പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അവിടേക്ക് നോക്കുകയാണ്. പക്ഷെ കോറിഡോറിൽ ആരും ഉണ്ടായിരുന്നില്ല. പുനീത് കരൺ പറഞ്ഞ വാക്കുകൾ കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. അവൻ പൂട്ടു തുറന്നു. വാതില് തുറന്ന് രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഓഫീസിന്റെ അകത്ത് കയറി. അവർ രണ്ടുപേരും ക്വസ്റ്റ്യൻ പേപ്പർ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യം അവിടെ സംഭവിച്ചത്. ആ ഒരു ഓഫീസിലുണ്ടായിരുന്ന കബോർഡിന്റെ ഡോർ താനെ തുറക്കുകയാണ്. പുനീതും കരണും ഭയപ്പെട്ട് പരസ്പരം നോക്കുകയാണ്. അപ്പോഴാണ് കരണിന്റെ നോട്ടം ആ ഒരു കബോർഡിൽ ഉണ്ടായിരുന്ന പേപ്പറിലേക്ക് പോയത്. കരൺ ആ ഒരു പേപ്പർ എടുക്കുകയാണ്. അത് നാളത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പേപ്പർ കണ്ട എക്സൈറ്റ്മെന്റിൽ രണ്ടുപേരും ഇതിനു മുൻപ് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം മറന്നു പോവുകയാണ്. അങ്ങനെ അവർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് അവരുടെ നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് അവർ എന്തോ ഒരു ശബ്ദം കേട്ടത്. അതെ, പ്രിൻസിപ്പൽ ഓഫീസിന്റെ വാതിലിൽ ആരോ മുട്ടുന്നു. ആ ഒരു ശബ്ദം കേട്ട് അവർ വിറക്കാൻ തുടങ്ങി. അവർക്ക് തോന്നി, അതായത് അവരുടെ സുഹൃത്തായ യോഗേഷ് പ്രിൻസിപ്പളിനോട് ഈ ഒരു കാര്യം പറഞ്ഞു എന്ന്. അങ്ങനെ അവർ ശബ്ദമാക്കാതെ പ്രിൻസിപ്പൽ ഓഫീസിലെ ഡെസ്കിന്റെ താഴെ ഒളിക്കുകയാണ്. വാതിലിൽ അടിക്കുന്ന ശബ്ദം താനെ വലുതാകുന്നുണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ഒരു കാര്യമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ആ ഒരു ഡെസ്കിന്റെ താഴെ ഒളിക്കുക. ഇപ്പോൾ ആരോ ശക്തിയിൽ ആ ഒരു വാതിലിൽ മുട്ടുന്നുണ്ട്. ആ ഒരു വാതിൽ എപ്പോൾ വേണമെങ്കിലും പൊട്ടാമെന്നുള്ള അവസ്ഥയിലായിരുന്നു. അവർ പോകാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ആ ഒരു തട്ടൽ നിന്നത്. ഇപ്പോൾ പൂർണ്ണമായും നിശബ്ദതയാണ്.
പുനീത് ആ ഒരു ഡെസ്കിന്റെ അടിയിൽ നിന്ന് എഴുന്നേറ്റ് ഡോറിലേക്ക് നോക്കാൻ തുടങ്ങി. അങ്ങനെ പുനീത് അത് കണ്ടു. ആ ഒരു ഓഫീസിന്റെ വാതിൽ മെല്ലെ തുറക്കുകയാണ്. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പുനീതും കരണും ആ ഒരു ഡെസ്കിന്റെ താഴെ വീണ്ടും ഇരുന്ന് ആ ഒരു ക്വസ്റ്റ്യൻസ് കോപ്പി ചെയ്യാൻ തുടങ്ങി. അവർക്ക് പറ്റുന്ന അത്രത്തോളം ക്വസ്റ്റ്യൻസ് അവർ കോപ്പി ചെയ്യുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഓടാൻ തുടങ്ങുകയാണ്. അവർ എപ്പോഴാണോ ആ ഒരു റൂം കടന്നത് അപ്പോൾ അവരുടെ കാല് ഏനോ തട്ടി താഴെ വീഴുകയാണ്. വീണതിന്റെ ഇമ്പാക്റ്റിൽ കരണിന്റെ മൂക്കിൽ നിന്നും രക്തം ഒലിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കരണിന്റെ ബോധം പോവുകയാണ്. പുനീത് കരണിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവന് തന്റെ അപ്പുറത്തെ സൈഡിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയത്. അങ്ങനെ അവൻ മെല്ലെ അവന്റെ തല അപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചു നോക്കുകയാണ്. ആരോ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലാണ് ആദ്യം പുനീത് കണ്ടത്. വെളുത്തിരുന്നു ആ ഒരു കാൽ. അതുകൂടാതെ ആ ഒരു കാലിൽ രക്തമുണ്ടായിരുന്നു. കരൺ ധൈര്യത്തോടെ മുകളിലേക്ക് നോക്കുകയാണ്. അവിടെയുള്ള ആൾ ധരിച്ചത് സ്കൂളിന്റെ പിയൂണിന്റെ ഡ്രസ്സായിരുന്നു. അയാളുടെ മുഖത്ത് രക്തമില്ലാത്തതുപോലെ വെളുത്തിരുന്നു. പുനീത് ശക്തമായി അവന്റെ കണ്ണ് അടക്കുകയാണ്. അയാളുടെ കണ്ണ് പൂർണ്ണമായി വെളുത്തിരുന്നു. അയാൾ ഒന്നും പറയാതെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പുനീതിനൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ആ സമയം കൊണ്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന വടി ഉപയോഗിച്ച് പുനീതിന്റെ തലക്ക് അടിക്കുകയാണ്. പുനീതിന്റെ ബോധം പോയി. അങ്ങനെ ആ ഒരു പ്യൂൺ വായുവിൽ മാഞ്ഞു പോവുകയാണ്. പിറ്റേ ദിവസം ഗാർഡ് റൗണ്ട് എടുക്കുമ്പോൾ പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിലുള്ള കോറിഡോറിൽ കരണും പുനീതും ബോധമില്ലാതെ കിടക്കുന്നത് കാണുകയാണ്. ആ ദിവസത്തെ പേപ്പർ ക്യാൻസൽ ചെയ്യുകയാണ്. അതുകൂടാതെ പ്രിൻസിപ്പാളിന് പുനീതിന്റെയും കരണിന്റെയും ആ ഒരു പേപ്പർ ലീക്കിനെ കുറിച്ച് അറിയുകയാണ്. ഭയം കാരണം അവർ രണ്ടുപേരും അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തു. അവർ പറയുന്നതിന്റെ ഇടക്ക് കയറി പ്രിൻസിപ്പൽ പറയാൻ തുടങ്ങി, ഈ ഒരു സ്കൂളിൽ പ്രേതം എന്നുള്ള കാര്യം ഇല്ല എന്ന് പറഞ്ഞു. അതുകൂടാതെ അവർ ചെയ്ത ഈ ഒരു കാര്യത്തിൽ അവർക്ക് പനിഷ്മെന്റ് ലഭിക്കുമെന്നും പറഞ്ഞു. പുനീതും കരണിനോടും 11th ക്ലാസ് റിപ്പീറ്റ് ചെയ്യാൻ പറയുകയാണ്. അന്ന് രാത്രി എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം അവർക്ക് മറക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ എല്ലാ ആൾക്കാരോടും ഈ ഒരു കാര്യം പറഞ്ഞു. പക്ഷെ ആരും ഇവരെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ആൾക്കാരും അത് ചിരിച്ചു തള്ളി. അങ്ങനെ കുറച്ച് ദിവസം കടന്നു പോവുകയാണ്. അപ്പോഴാണ് ആ ഒരു സ്കൂളിലെ ഒരു പഴയ ഗാർഡ് ആ ഒരു കഥ അവർക്ക് പറഞ്ഞു കൊടുത്തത്. 20 വർഷം മുന്നേ ഒരു പ്യൂൺ മരിച്ചിരുന്നു. ക്ലാസ് റൂം ക്ലീൻ ചെയ്യുന്നതിന്റെ ഇടക്കായിരുന്നു അയാൾ മരിച്ചത്. അതുകൂടാതെ ഗാർഡ് ഒരു കാര്യം കൂടെ അവരോട് പറഞ്ഞു. ആ ഒരു പ്യൂൺ മരിച്ച അതേ ക്ലാസ് റൂമാണ് ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ ഓഫീസ്.